ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, അതായത് മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണം, ഇത് മസാല പിടിപ്പിച്ച് വെച്ചിരിക്കുവാണല്ലോ. ഇതിൽ നമ്മൾ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തു, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരല്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അതും ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, ഒരുപാട് മൂക്കണ്ട, എന്നാലും ഒന്ന് മൂക്കണം. അത് കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് പാകത്തിന് കൂട്ട് കഴിയുമ്പോൾ എണ്ണയിൽ നിന്നും മാറ്റും. അപ്പോൾ പാത്രം ഒന്ന് അടച്ചിട്ട് ഇത് വറുക്കുന്നതാണ് കൂടുതൽ നല്ലത്. കാര്യം അപ്പോൾ ശരിക്കും ഒരു ആവിയും കൂടി ഇറങ്ങിയിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വേഗം കുറച്ചുകൂടെ സോഫ്റ്റ് ആകും, നല്ലൊരു മണവുമായിരിക്കും. കണ്ടില്ലേ, അത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. പിന്നെ പാത്രം അടച്ചിട്ട് വറുക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാത്രം അടച്ചിട്ടിട്ടാണ് ഇത് വറുത്തത്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. എന്നാൽ കഷ്ണങ്ങൾ തൊട്ട് നോക്കൂ, ശരിക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റാണ്. പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ആദ്യത്തെ ലോട്ട് വറുത്ത് കഴിഞ്ഞ് ഇനി കുറച്ച് ചിക്കൻ ഉണ്ട്, അതും ഇതേ എണ്ണയിലിട്ട് തന്നെ വറുത്തെടുക്കണം. ഈ കൊച്ചു പീസസായിട്ട് മുറിച്ചിരിക്കുന്നുണ്ട്, ശരിക്കും മസാലയൊക്കെ നന്നായിട്ട് ഉള്ളിലേക്ക് പിടിച്ചിട്ടും ഉണ്ടാവും. കുറച്ചുകൂടി സ്വാദാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, വലിയ പീസിൽ ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പം ഈ കളറിലാണ് നമ്മൾ ഇത് മൂപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ക്രിസ്പിയൊന്നുമല്ല, പക്ഷേ മൂത്തതാണ്. കിടക്കാട് ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയിരിക്കുന്ന ചിക്കനും കൂടി ഇടും. അപ്പോൾ നമ്മളിനി ഈ എണ്ണ ബാക്കിയുണ്ടല്ലോ, വറുത്ത എണ്ണ, ചിക്കനെല്ലാം വറുത്ത് കഴിഞ്ഞു. നല്ല ഫ്ലേവറുള്ള എണ്ണയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സ്വാദ് മുഴുവൻ അതിൻ്റെ ആ മട്ടിയെന്ന് പറഞ്ഞാൽ അടിയിൽ കുറച്ച് പൊടി കിടക്കുന്നുണ്ട് ഈ ചിക്കൻ വറുത്തതിൻ്റെ, അതും കൂടി നമുക്ക് ഗ്രേവിയിൽ ചേർത്താൽ നല്ലതായിരിക്കും. അതുകൊണ്ട് മേളിൽ നിന്നും എണ്ണ അങ്ങോട്ട് മാറ്റാം വേറൊരു പാത്രത്തിലേക്ക്. എന്നിട്ട് കുറച്ച് എണ്ണ ബാക്കി വയ്ക്കാം. നമുക്ക് വഴറ്റാൻ ആവശ്യമുള്ള എണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ വറുത്ത അതിൻ്റെ പൊടിയൊക്കെ കിടക്കുന്നുണ്ട്. ഇനി ഇതേ എണ്ണയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മസാല, അതിനി പാകത്തിന് മൂക്കണം. അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറി ഒന്ന് കളറൊക്കെ മാറി തുടങ്ങണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പിലയും കൂടെ വേണമെങ്കിലും ചേർക്കാം, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. ഇനി 2 കറിവേപ്പില ഇട്ടു. ഇത് വെളിച്ചെണ്ണയിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്, അപ്പോൾ കറിവേപ്പിലേക്ക് ഇവിടെ വലിയ പ്രാധാന്യമില്ല. എന്നാലും കറിവേപ്പിലൊരു രുചിയുള്ള കാര്യമാണ്, അതുകൊണ്ട് കറിവേപ്പിലയും ചേർക്കും. ചതച്ച് മസാലയൊക്കെ മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞത്, ഇത് 4 ടൊമാറ്റോ ആണ്. ഇനി ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർന്നിട്ട് എണ്ണയൊക്കെ തെളിയുന്നൊരു പാകമാവണം. അപ്പോൾ ഇളക്കിക്കൊണ്ടേയിരിക്കാം ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് ഇതിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. അത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല മസാലയുടെയൊക്കെ മണം വന്ന് തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ഇനി ശരിക്കും പറഞ്ഞാൽ മിക്സിങ് മാത്രമേ ഉള്ളൂ, ബാക്കി കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഒരു ഇളക്കൽസ് അങ്ങനെ മാത്രമേ ഉള്ളൂ കാര്യം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി, ഇതെല്ലാം കൂടി ഇപ്പം എന്താ മണം എന്ന് പറയുന്നത്, എല്ലാം മണമാണ്. എല്ലാം വറുത്ത സാധനങ്ങളല്ലേ, ഉള്ളി വറുത്തത്, മസാല വേണ്ടത്, ചിക്കൻ വറുത്തത്. ഓഹോ, നന്നായിട്ട് യോജിപ്പിക്കും. ഇതെല്ലാം കൂടി യോജിപ്പിച്ചിട്ട് ഇനി ഒരു കാര്യം കൂടി ചേർക്കണം. ഇനിയാണ് നമ്മൾ സോയാ സോസ് ചേർക്കുന്നത്. അപ്പോൾ സോയാ സോസും കൂടി ചേർക്കുമ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു രുചിയുണ്ടാവും. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ കളറും കുറേശ്ശെ മാറും, കുറച്ചൊരു ബ്രൗൺ കളറായിട്ട് വരും. അങ്ങനെയാണ് നമ്മുടെ ചിക്കൻ ചില്ലി റോസ്റ്റായിട്ട് മാറാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ലാസ്റ്റ് എരിവ് നോക്കിയിട്ട്, ചിലർക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ അവസാന ഭാഗത്തെ കുരുമുളക് പൊടി ഒഴിവാക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവസാനം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലതായിരിക്കും.
ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞത് എല്ലാം കൂടി കിടന്നുകൊണ്ട് നന്നായിട്ട് കുഴഞ്ഞ പാകത്തിന് ആണ്. അപ്പോൾ ഈ വറുത്ത ഉള്ളിയൊക്കെ ഇതിൻ്റെ കൂടെ കിടന്ന് കുഴഞ്ഞ രീതിയിലേക്ക് മാറും. ആ കരുകരുപ്പായിട്ടിരുന്ന ഉള്ളിയല്ല ഒന്ന് കുഴഞ്ഞ് വരണം. അപ്പോൾ നല്ല 5 മിനിറ്റ്സ് 5 മിനിറ്റ് കൂടെ കഴിഞ്ഞു. ഇപ്പോൾ കറക്റ്റ് റോസ്റ്റായി കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയില ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടി ഇടാം. കഴിക്കാൻ പറ്റിയൊരു വിഭവമാണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ, കുറച്ച് ക്ഷമ മതി. ചിക്കൻ വറുക്കാൻ എന്തായാലും നമ്മൾ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ഒരു സമയം എടുക്കില്ല, അത്രേ ഉള്ളൂ. പിന്നെന്താ, ഉള്ളി വറുക്കണം, ഇത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യവും എളുപ്പമാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, ഇതെല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ടീ കേക്കാണ്, ചോക്ലേറ്റ് ആൻഡ് നട്ട്സ് ടീ കേക്ക്. ഉണ്ടാക്കാൻ എളുപ്പം, കഴിച്ചാൽ അതിനെക്കാട്ടിലും എന്താ പറയുക എളുപ്പമല്ല, ശരിക്കും കഴിച്ചു കഴിഞ്ഞാൽ വളരെ സ്വാദാണ്. പിന്നെ രണ്ടാമത് കാണിച്ചതാണെങ്കിൽ വളരെ നാടനാണ്, ഒരു റോസ്റ്റാണ്, ചിക്കൻ ചില്ലി റോസ്റ്റ്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്, ഒരുപാട് ചേരുവകളൊന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 വിഭവങ്ങളും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം.